ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും മഴയുണ്ടല്ലോ. ഇപ്പം ഞങ്ങളുടെ വീട്ടിലത്തെ മഴ ഇപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം കാണിക്കാം കേട്ടോ. മഴ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പം മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ കുറച്ച് ഭാഗം വീഡിയോ എടുത്തതാണ്. കാരണം കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണിൻ്റെ ചാർജ് കഴിയും വിചാരിച്ചിട്ട് അങ്ങനെ മഴ പെയ്തിട്ട് നല്ലോണം വെള്ളം വന്നിരിക്കണം ഇവിടെ. അപ്പോൾ വീടിൻ്റെ തിണ്ടിൻ്റെ ഭാഗം വരെ എത്തി. ഞാൻ പറഞ്ഞില്ലേ, ഉമ്മറ ഭാഗം മുറ്റത്തൊന്നുമില്ല, അടുക്കള സൈഡ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അത് പിന്നെ മഴ തോർന്നു കഴിഞ്ഞാൽ അങ്ങനെ പോവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ വെറുതെ ഫോട്ടോ എടുത്തതാണ്. അടുക്കള ഭാഗത്തുനിന്ന് തിണ്ടിൻ്റെ സൈഡ് ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ മഴയൊക്കെ പോയപ്പോൾ ഒന്ന് മെല്ലെ തുറന്ന് വിട്ടു, ചാല് കീറിയിട്ട്. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊക്കെ പോയിട്ടോ, എന്നൊക്കെ ഒതുങ്ങി. ആ പിറ്റേ ദിവസം രാവിലെ നമ്മൾക്ക് ശരിയാവും കേട്ടോ. അങ്ങനെ രാവിലെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുഴയ്ക്കൊന്നും പോവാം, വെള്ളം കൂടിയിട്ടുണ്ടോ നോക്കാമല്ലോ. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു വെള്ളം കുറച്ചൊക്കെ കമ്മിയായതും കൂടിയതൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. പുഴയിലെത്തിയിട്ട് വെള്ളം കൂടിയോ ഇല്ലെന്നൊക്കെ നമുക്കറിയാം കേട്ടോ. പിന്നെ പുഴയ്ക്ക് പോണതും വഴിയൊന്നും കുറേ നേരം കാണിക്കുന്നില്ല. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുറേ ഭാഗമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പുഴ എത്താറായിട്ടുണ്ട്. പുഴ എത്തിക്കഴിഞ്ഞു. പുഴ എത്തിക്കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പുഴയിലുള്ള വെള്ളം. ഈ സൈഡാണ് നല്ലോണം ഭാഗം വെള്ളം. ആ സൈഡ് അക്കരെ പുറത്ത് അങ്ങനെ കുറച്ച് മണൽ കാണാൻ കേട്ടോ. ഈ സൈഡ് ഞങ്ങൾ ഇത്ര വരെ വെള്ളമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെയൊക്കെ മൂടും കേട്ടോ. ഈ പാറൊന്നും കാണില്ല, ഇതൊക്കെ മൂടും വെള്ളം. നല്ല മഴക്കാലം വന്നാൽ ഇപ്പോൾ മഴ 2-3 മഴ പെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും വെള്ളം ഇതുവരെ കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുളിക്കാൻ ഒറ്റയ്ക്കൊക്കെ വരാനൊക്കെ പേടിയാവും. വെള്ളം നിറഞ്ഞ് നിൽക്കല്ലേ. ഇപ്പോൾ തന്നെ വെള്ളം അധികം ഉണ്ട്. കുണ്ടിലേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല. അന്നത്തെ വീട്ടിലത്തെ പോലെ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ വേഗം ഇനി തിരുമ്പട്ടെ കേട്ടോ. തിരുമ്പാനൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, എന്നാലും ഞാൻ വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാലത്ത് സമയം ഒരു 8:30 നേരത്താണ് കേട്ടോ. ഇപ്പോൾ 10 മണിൻ്റെ ബസ്സിനാണ് ഞാൻ പോകണത്. അപ്പോഴേക്കും വേഗം കുളിച്ചിട്ട് പോകണം, അലക്കിയിട്ടൊക്കെ വേഗം പോകണം. അപ്പോൾ കാലത്ത് കുറച്ച് വെയിലൊക്കെ തെറിച്ചു കേട്ടോ. രാത്രിയാണ് അധികം മഴ ഉണ്ടാകാറ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ നാട്ടിൽ അങ്ങനെ മഴയൊക്കെ ഉണ്ടോ? ഇപ്പോൾ വാണിയംകുളം മാന്നന്നൂർ പറഞ്ഞ സ്ഥലം കേട്ടോ. ഞങ്ങളുടെ ഈ ഭാഗം ചില ആൾക്കാർ കാണാത്ത പുതിയ സബ്സ്ക്രൈബ് ആൾക്കാരൊക്കെ ഉണ്ട്. അവരോടാണ് പറയുന്നത് കേട്ടോ. ഒറ്റപ്പാലം വാണിയംകുളം മാന്നന്നൂർ പറയും. ആ മാന്നന്നൂരിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്ഥലമുണ്ട്, വെള്ളിയാട്. ഇപ്പോൾ വലിയ സ്ഥലമായി കേട്ടോ. കുറേ വീടുകൾ അങ്ങനെയൊക്കെ വന്നു. പിന്നെ വരിക്കാശ്ശേരിമാനൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം വെള്ളിയാട് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അറിയാൻ പറ്റും. വെള്ളിയാടല്ലെങ്കിലും കുറച്ചടുത്താണ് വരിക്കാശ്ശേരിമാനൊക്കെ. അതേപോലെ തന്നെ വാണിയംകുളം PK ദാസ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും അറിയപ്പെട്ട് കഴിഞ്ഞു. പിന്നത്തെ വിശേഷം എന്താ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. വീട്ടിൽ അമ്മ വന്നിട്ടുണ്ട്. പിന്നെ അച്ഛനും കുഴപ്പമൊന്നുമില്ല. തമിഴ്നാട് പോയിട്ട് അടിപൊളിയായിട്ട് വന്നു, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് കൂടി പോവാണ്ട്, അങ്ങോട്ട് പോയിട്ടില്ല, അങ്ങോട്ട് പോവാണ്ട്. അങ്ങനെ ഊരിപ്പുഴയിലും തിരുമ്പലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
സമയം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രസ്സ് മാറി പോകുമ്പോഴേക്കൊക്കെ സമയമാവും കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. ചില സമയത്ത് അതങ്ങനെ നീങ്ങി പോവും. പക്ഷെ ഇപ്പോൾ ചെറിയൊരു വെയിലുണ്ട്, ഇതേപോലെ തന്നെ മഴക്കാറും. അങ്ങനെ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതേപോലെ ലൈക്ക് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. പിന്നെ വെള്ളമൊക്കെ നല്ലവണ്ണം മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വെള്ളം വരും. പിന്നെ ഈ പാറൊക്കെ കാണിച്ചതൊക്കെ ഇല്ലേ, അതൊക്കെ മൂടും. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പുഴ ഒരു നിശബ്ദമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി എപ്പോഴാണ് മഴ വന്ന് പൊട്ടി വീഴാന്നറിയില്ല. അപ്പോഴേക്കും വേഗം വീട്ടിലേക്ക് എത്തട്ടെ. സമയം 9:15 ആയിട്ട് ഫോൺ കൊടുന്ന കാരണം സമയമൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ 9:15 മുക്കാൽ മണിക്കൂർ മതി. എല്ലാം തിരുമ്പലും കുളിയും എല്ലാം കഴിയും. അതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട്. വീട്ടിലാകുമ്പോൾ കുറച്ച് നേരം വരും പൈപ്പിന് വെള്ളം പിടിക്കുക, അലക്കുക, അപ്പോഴൊക്കെ കുറേ സമയം പോകും കേട്ടോ. അതുകൊണ്ട് പുഴ അടുത്തുണ്ടാവുകൊണ്ട് ഒരു ഭാഗ്യം തന്നെയാണ് തിരുമ്പാനും കുളിക്കാനൊക്കെ. എന്നാലും ഞാനൊക്കെ അധികം വീട്ടിൽ നിന്ന് തന്നെ കുളിക്കാറ്, തിരുമ്പാറൊക്കെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.